ഘടകകക്ഷികളിലെ തർക്കം LDFന് തലവേദനയാകുന്നു. എലത്തൂർ സീറ്റിൽ AK ശശീന്ദ്രനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ NCPയിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നതും RJDയുടെ പിണക്കവുമാണ് LDFന് പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. 3 സീറ്റ് മാത്രം നൽകി ഒതുക്കാനാണ് തീരുമാനമെങ്കിൽ മുന്നണി വിടാനാണ് RJDയിലെ ഒരു വിഭാഗത്തിന്റെയും തീരുമാനം. LDF NCPSന് നൽകുന്ന എലത്തൂർ സീറ്റിൽ ഇത്തവണയും മന്ത്രി AK ശശീന്ദ്രൻ തന്നെ മത്സരിക്കുന്നതിൽ പാർട്ടിക്കകത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ശശീന്ദ്രനെ മാറ്റി LDF കോഴിക്കോട് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ശശീന്ദ്രനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന വാദം. എന്നാൽ NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിന്തുണയുള്ളപ്പോൾ ആരോഗ്യ പ്രശ്നം ഒരു വിഷയമേ അല്ലെന്ന നിലപാടിലാണ് AK ശശീന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമുള്ളത്. ശശീന്ദ്രൻ സ്വയം ഒഴിയണമെന്നാണ് NCP ദേശീയ വൈസ് പ്രസിഡന്റ് PC ചാക്കോയുടെ ആവശ്യം. തർക്കം പരസ്യമായ വാക്പോരിലേക്ക് വന്നതോടെ എലത്തൂർ സീറ്റ് CPIM ഏറ്റെടുക്കണമെന്ന് വാദിക്കുന്നവരും മുന്നണിക്കകത്തുണ്ട്. ശശീന്ദ്രൻ അല്ലെങ്കിൽ സീറ്റ് CPIM ഏറ്റെടുത്താലും അത്ഭുതപ്പെടാനില്ല. അതിനിടെ 6 സീറ്റുകൾ ആവശ്യപ്പെട്ട RJDയെ 3-ൽ മാത്രം ഒതുക്കിയ LDF നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് RJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് V സുരേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു വിഭാഗം രഹസ്യയോഗം ചേർന്നു. സംസ്ഥാന സെക്രട്ടറി സബാഹ് പുൽപ്പറ്റ, മുൻ സംസ്ഥാന സെക്രട്ടറി കിഷൻ ചന്ദ് എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. 7-ന് കോഴിക്കോട് RJDയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. 3 സീറ്റ് മാത്രം നൽകാനുള്ള LDF തീരുമാനം യോഗം അംഗീകരിച്ചാൽ സമാന മനസ്കരെ ഒപ്പം ചേർത്ത് UDFൽ ചേരാനാണ് RJDയിലെ ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. ഘടകകക്ഷികളിലെ ഈ 2 നീക്കങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ LDFന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.